നോമ്പിൻ്റെ 5-ാം ദിവസം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് വർദ്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. നോമ്പ് കാലഘട്ടത്തിൽ നാം ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, കർത്താവിൻ്റെ കൽപ്പനകളിലെ വഴി. രണ്ടാമതായി, അവൻ്റെ പ്രമാണങ്ങളിലെ അനുഷ്ഠാനങ്ങൾ. മൂന്നാമതായി, അവനിലുള്ള വിശ്വാസത്തിൻ്റെ ജ്ഞാനം. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്, എന്നാൽ വിശ്വാസത്തിലുള്ള ജ്ഞാനം നമുക്കാർക്കും തന്നെയില്ല. നമ്മൾ ഒരു കാര്യം ദൈവം സാധിച്ചു തരും എന്നുള്ള വിശ്വാസം ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് ദൈവം എന്താണോ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കിട്ടും എന്നുള്ള ജ്ഞാനം നമ്മളിൽ കാണാറില്ല. വളരെ ചുരുക്കം ചിലർ മാത്രമേ ദൈവത്തോടുള്ള ജ്ഞാനത്തിൽ വളരാറുള്ളൂ. ഈ നോമ്പ് കാലഘട്ടം ദൈവത്തോടുള്ള വിശ്വാസം മാത്രമല്ല, ദൈവത്തോടുള്ള ജ്ഞാനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ എവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.